തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM റോഡ് കെട്ടിയടച്ച് നടത്തിയ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിൽ നേതാക്കൾ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. MV ഗോവിന്ദന് ഇന്ന് ഹാജരാകുന്നതിൽ കോടതി നേരത്തെ ഇളവ് അനുവദിച്ചിരുന്നു. ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അതേപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ എന്നിവർ ഇന്ന് ഹാജരാകണമെന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിപരമായ തിരക്കുകളുള്ളതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു അപേക്ഷ നൽകിയിരുന്നു. കോടതി അത് പരിഗണിച്ചു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട റോഡ് അടച്ച് സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് CPIയുടെ നേതാക്കൾ, അതായത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രനും ഇന്ന് ഹാജരാകണമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. വിനോദ്, ഇക്കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതിയാണ് CPMന്റെ വഞ്ചിയൂർ ഏരിയ സമ്മേളനം റോഡ് കെട്ടിയടച്ചുകൊണ്ട് നടത്തിയത്. ഈ വിഷയത്തിലുള്ള കോടതിയലക്ഷ്യ ഹർജിയിൽ നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഇടക്കാല ഉത്തരവ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിലും റോഡ് കയ്യേറിക്കൊണ്ട്, അതായത് നടപ്പാത കയ്യേറിക്കൊണ്ടായിരുന്നു. ഇതിൽ സംഘടനാ നേതാക്കൾക്ക് പുറമെ പന്ന്യൻ രവീന്ദ്രൻ, അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം തുടങ്ങിയ CPI നേതാക്കളും ഹാജരാകണം. കഴിഞ്ഞ ദിവസമാണ് MV ഗോവിന്ദൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ, ഇതേ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഒരു അപേക്ഷ സമർപ്പിച്ചത്. അതായത് തനിക്ക് തൃശൂർ ജില്ലാ സമ്മേളനം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് വേണമെന്നുള്ളതായിരുന്നു ആവശ്യം. അതിൽ ഹൈക്കോടതി എടുത്തു പറഞ്ഞത് നേരിട്ട് ഹാജരാകുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, പക്ഷേ ഇന്ന് ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില തിരക്കുകൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പകരം 12-ാം തീയതി 4 മണിക്ക് ഹാജരാകണമെന്നുള്ളതായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. എന്തായാലും കോൺഗ്രസിന്റെ ധർണയുമായി ബന്ധപ്പെട്ട് ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ള നേതാക്കളും ഹാജരാകണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുക. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഹാജരാകണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ കഴിഞ്ഞ ബാലരാമപുരത്ത് നടത്തിയ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട്, ജ്വാല പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാണ് ഹാജരാകേണ്ടത്. അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടയിൽ തന്നെ പുട്ട വിമലാദിത്യ മാപ്പപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി അന്ന് തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് യാതൊരു വിട്ടുവീഴ്ചയും നേതാക്കൾ ഹാജരാകുന്ന കാര്യത്തിൽ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം തുടരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ, അതായത് റോഡ് കയ്യേറിക്കൊണ്ടും നടപ്പാത കയ്യേറിക്കൊണ്ടുമുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്, അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. CPMന്റെ ഭാഗത്തു നിന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കൂടാതെ തന്നെ മുൻ മന്ത്രി M വിജയകുമാർ, അതോടൊപ്പം തന്നെ A സമ്പത്ത് അടക്കമുള്ള നേതാക്കളാണ് ഹാജരാകേണ്ടത്. MV ഗോവിന്ദന് ഇന്ന് ഹാജരാകുന്നതിൽ മാത്രമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇളവ് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇതിൽ ആരൊക്കെയാണ്, അതായത് സംഘടനാ നേതാക്കൾ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് അവരടക്കം കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിക്കൊണ്ട് മറുപടി സമർപ്പിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട്. എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നേതാക്കൾ ഹാജരാകേണ്ടത്. ആ ഹാജരാകുന്ന സമയത്ത് ഹൈക്കോടതി ഏത് വിധത്തിലായിരിക്കും പരാമർശങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഏറെ നിർണായകം. നമ്മുടെ പ്രേക്ഷകർ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. സുനിൽരാജ് വടക്കേടത്ത് പറയുന്നത് എന്നാൽ താൻ കേസ് കൊട എന്ന സിനിമ കാണുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ സമരങ്ങൾക്കെതിരെ ഉള്ള കേസുകളും നടപടിക്രമങ്ങളും ആണല്ലോ ആ സിനിമയുടെ തന്നെ. എന്തായാലും കോടതി എന്താണ് ഇക്കാര്യത്തിൽ പറയാൻ പോകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതെ, ആർക്കെ വൈകുന്നേരം ചോദിക്കുന്നു സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെ ഇളവ് കിട്ടുമോ? അതൊക്കെ സാധാരണക്കാരുടെ ഒരു ചോദ്യമാണ് അല്ലേ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. കോടതി എന്ത് പറയും എന്ന് നമുക്ക് കാത്തിരിക്കാം. അതെ.